Determine whether the function t from r square to r square defined by t of xy equal to x1 is a linear transformation. ഇവിടെ u ഈക്വൽ ടു u1 u2 എടുക്കാം, v ഈക്വൽ ടു v1 v2 എടുക്കാം. എന്നിട്ട് നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കണ്ടീഷൻ ഏതൊക്കെയാണ്? ടി ഓഫ് സാധാരണ രണ്ട് കണ്ടീഷൻ പറയാം. ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി, ടി ഓഫ് യു സി വി സി യു ഈക്വൽ ടു സി ഇൻറ്റു ടി ഓഫ് യു. ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് നിർത്താം കേട്ടോ. അപ്പോൾ ഞാൻ ടി ഓഫ് യു പ്ലസ് വി എടുക്കുക, u1 u2 v1 പ്ലസ് v2, യുവും വി എടുക്കുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്തു, u1 പ്ലസ് v1 എഴുതുക, u2 പ്ലസ് v2 എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് വരിക? എക്സ് വൈ ആണെങ്കിൽ ആദ്യത്തെ ഇത് എഴുതുക, രണ്ടാമത്തേന് വരെ 1 എഴുതണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ അതേപോലെ തന്നെ എഴുതി, രണ്ടാമത്തേന് പകരം 1 എഴുതി, ആദ്യത്തെ അതേപോലെ തന്നെ രണ്ടാമത്തേന് പകരം 1 എഴുതി. അടുത്തത് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി സെപ്പറേറ്റ് കാണാം. ടി ഓഫ് u1 u2 എന്ന് പറഞ്ഞാൽ പ്ലസ് ടി ഓഫ് v1 v2 കാണാം. ടി ഓഫ് u1 എന്ന് വെച്ചാൽ u1 അതേപോലെ തന്നെ എഴുതാം, u2ന് പകരം 1 എഴുതാം. അങ്ങനെയല്ലേ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന? എക്സ് ആദ്യത്തെ അതേപോലെ എക്സ് എഴുതാം, വൈക്ക് പകരം 1 എഴുതാം. അപ്പോൾ ടി ഓഫ് v1 v2ന് പകരം v1 അതേപോലെ തന്നെ എഴുതാം, v2ന് പകരം 1 എഴുതാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ u1 പ്ലസ് v1 1 പ്ലസ് 1 2 വരും. പക്ഷെ ഇവിടെ ഇത് നോക്കി, ഇത് രണ്ടും ഈ സെയിം ആണോ? സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് എഴുതാം. അതല്ലാതെ നമുക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഇത് നോക്കിയിട്ടും ചെയ്യാം കേട്ടോ. ടി ഓഫ് 0 0 0ന് പകരം 0 എടുക്കാം, അടുത്ത 0ന് പകരം രണ്ടാമത്തെ എപ്പോഴും 1 ആയിരിക്കും. പക്ഷേ ഇവിടെ 0 0 ആണ് വരുന്നത്, അത് മാത്രം പ്രൂവ് ചെയ്യാം. അതല്ലെങ്കിൽ സി ഇൻറ്റു ടി യു ഓഫ് യു അതും ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം നോട്ട് ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് പറയാം. ഇവിടെ നോട്ട് ഈക്വൽ ടു ആണേ, നോട്ട് ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് പറയാം. ഇനി അടുത്തത് ഡിറ്റർമിൻ വെദർ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ടി സ്ക്വയർ ആർ ക്യൂബ് ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ എക്സ് വൈ വൈ സ്ക്വയർ ഇസ് ഇൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ടി ഓഫ് യു പ്ലസ് വി എഴുതാം, u1 യു എന്ന് വെച്ചാൽ u1 പ്ലസ് u2 എഴുതാം, വി എന്ന് വെച്ചാൽ v1 പ്ലസ് v2 എഴുതാം. കാരണം ആ സ്ക്വയറിലെ എലമെൻ്റാണ് യുവും വിയും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, u1 പ്ലസ് v1 u2 പ്ലസ് u2. ഇതെങ്ങനെ എഴുതാം? u1 പ്ലസ് v1 ആദ്യത്തെ എക്സും വൈ ആണെങ്കിൽ എക്സ് സ്ക്വയർ ആദ്യത്തത് സ്ക്വയർ ചെയ്യണം, പിന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം, മൂന്നാമത്തെ വൈ സ്ക്വയർ എഴുതണം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ആദ്യത്തത് u1 പ്ലസ് v1 സ്ക്വയർ ചെയ്യുക, പിന്നെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, മൂന്നാമത്തെ സ്ക്വയർ ചെയ്യുക. ഇനി ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി കാണാം. ഇത് രണ്ട് ഈക്വൽ ആവണ്ടേ, എന്നാലേ ആവുള്ളൂ. അപ്പോൾ ടി ഓഫ് u1 u2 പ്ലസ് ടി ഓഫ് v1 v2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ u1 സ്ക്വയർ എഴുതുക, u1 ഇൻറ്റു u2 എഴുതുക, പിന്നെ u2 സ്ക്വയർ. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുക. ടി ഓഫ് v1 v2 എന്ന് വെച്ചാൽ v1 സ്ക്വയർ v1 ഇൻറ്റു v2 സ്ക്വയർ. ഇതിൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. പക്ഷേ ഇതും ഈക്വൽ അല്ല, രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതേ നോക്ക്, ഇവിടെ u1 പ്ലസ് v1 ഓൾ സ്ക്വയർ ആണ്, ഇവിടെ u1 സ്ക്വയർ പ്ലസ് v1 സ്ക്വയർ ആണ്. ഇവിടെ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ഇത് വേറെയാണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല.